നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കശ്മീരിലെ കുൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് ലാഹോർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ലഷ്കർ ഇ തൊയ്ബ ഭീകരൻ സാജിദ് ജട്ടാണെന്ന് സൂചന. ഇന്റലിജൻസ് വൃത്തങ്ങളാണ് ഇത് സംബന്ധിച്ച വിവരം ഇപ്പോൾ കൈമാറിയിട്ടുള്ളത്. അതായത് സാജിദ് ജട്ട് ദീർഘകാലമായി ലഷ്കർ ഇ തൊയ്ബയിൽ പ്രവർത്തിക്കുന്ന ഒരു കൊടും ഭീകരനാണ്. ഇയാൾ ലഷ്കർ ഇ തൊയ്ബയുടെ സ്ട്രാറ്റജിക് കമാൻഡർ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ഭീകരനാണ്. ലാഹോർ കേന്ദ്രമാക്കി ഇപ്പോൾ പ്രവർത്തിക്കുന്നു. ഈ ഭീകരനാണ് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിലും പ്രവർത്തിച്ച വ്യക്തികളിൽ ഒരാൾ എന്നും ഇപ്പോൾ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്കാണ് ഈ വിവരം ലഭിച്ചിരിക്കുന്നത്. ഇതനുസരിച്ച് കശ്മീരിൽ ഇപ്പോൾ സുരക്ഷ കൂടുതൽ കർശനമാക്കിയിട്ടുണ്ട്. ലഫ്റ്റനന്റ് ഗവർണർ ഇത് സംബന്ധിച്ച നിർദ്ദേശം സുരക്ഷാ ഏജൻസികൾക്ക് നൽകിയിട്ടുണ്ട്. കശ്മീർ പോലീസിൻ്റെയും അതുപോലെ തന്നെ സായുധ സേനയുടെയും അതോടൊപ്പം CRPFിൻ്റെയും എല്ലാം മുതിർന്ന ഉദ്യോഗസ്ഥന്മാർ ഗവർണറുമായി കൂടിയാലോചന നടത്തിയിരുന്നു. അതിനുശേഷം കശ്മീരിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ കുറ്റമറ്റതാക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. കശ്മീരിലെങ്ങും വലിയ ജാഗ്രത പുലർത്തുകയാണ്. ഇന്റലിജൻസ് സംവിധാനങ്ങൾ കുറച്ചുകൂടി വ്യാപിപ്പിച്ചിട്ടുണ്ട്. സെൻസിറ്റീവ് കേന്ദ്രങ്ങളിലെല്ലാം ഇന്റലിജൻസ് സംവിധാനങ്ങൾ വ്യാപിപ്പിക്കാനാണ് ഇപ്പോൾ ലഫ്റ്റനന്റ് ഗവർണർ നൽകിയിരിക്കുന്ന നിർദ്ദേശം. കഴിഞ്ഞ ദിവസമാണ് കശ്മീരിലെ കുൽഗാമിൽ 2 അന്യസംസ്ഥാന തൊഴിലാളികൾ ഭീകരാക്രമണത്തിന് ഇരയായത്. അതായത് ഛത്തീസ്ഗഡ് സ്വദേശികളായ ദീപക് അതുപോലെ തന്നെ ഭൂപേന്ദർ കുമാർ എന്നിങ്ങനെ 2 അന്യസംസ്ഥാന തൊഴിലാളികൾക്കാണ് വെടിയേറ്റത്. മോട്ടോർ ബൈക്കിലെത്തിയ 2 അംഗ സംഘം ഈ പറയുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് നേരെ AK-47 തോക്കുപയോഗിച്ച് വെടിയുതിർക്കുകയായിരുന്നു. ഭീകര സാന്നിധ്യം കണ്ടെത്താനും ഭീകരരെ പിടികൂടാനുമുള്ള ഓപ്പറേഷൻ അതിപ്പോഴും തുടരുകയാണ്. അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ജമ്മു കാശ്മീരിൽ 2019 പ്രത്യേക പദവി നൽകുന്ന സംസ്ഥാനത്തിന് പ്രത്യേക പദവി നൽകുന്ന ഭരണഘടനയുടെ 370 വകുപ്പ് എടുത്തു കളഞ്ഞത്. അതിനുശേഷം നിരവധി അന്യസംസ്ഥാന തൊഴിലാളികൾ കശ്മീരിൽ തൊഴിലിനായി എത്തുന്നുണ്ട്. കശ്മീരിൽ പലതരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും മറ്റും നടക്കുകയാണ്. കശ്മീർ സമാധാനത്തിൻ്റെ പാതയിലേക്ക് സാധാരണ ജനജീവിതത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. അവിടെ നിന്നും വർഷങ്ങൾക്ക് മുമ്പ് പലായനം ചെയ്ത കശ്മീർ പണ്ഡിറ്റുകളടക്കമുള്ളവർ തിരിച്ചെത്തിയിരുന്നു. വിനോദസഞ്ചാര മേഖലയും അതോടൊപ്പം തന്നെ മറ്റ് പല വ്യവസായ മേഖലകളുമെല്ലാം കശ്മീരിൽ ഇപ്പോൾ വലിയ രീതിയിൽ ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. കശ്മീരിൽ കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം വന്നു കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തൊഴിലാളികൾ കശ്മീരിൽ എത്തുകയും അവർ അവിടെ പണിയെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ അന്യ സംസ്ഥാനത്ത് നിന്നും കശ്മീരിലെത്തുന്ന ആളുകളെ ഭയപ്പെടുത്തുക അല്ലെങ്കിൽ അവരുടെ ഇടയിൽ ഭീതിയുണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരം ഭീകരാക്രമണങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇവർ നടത്തുന്നത്. അത്തരത്തിലൊരു ഭീകരാക്രമണം തന്നെയായിരുന്നു പഹൽഗാമിൽ നടന്നത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അവിടെ എത്തിയ 26ഓളം വിനോദസഞ്ചാരികൾക്കാണ് ജീവൻ നഷ്ടമായത്. അവിടെ ഒരു സംഘം ഭീകരർ വിനോദസഞ്ചാരികൾക്ക് നേരെ പഹൽഗാമിൽ ഒരു ടൂറിസ്റ്റ് സ്പോട്ടിലെത്തി വെടിയുതിർക്കുകയായിരുന്നു. അത്തരത്തിൽ അന്യസംസ്ഥാന തൊഴിലാളികളെ കശ്മീരിൽ പണിയെടുക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളികളുടെ ഇടയിൽ ഭീതി പരത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇപ്പോൾ വീണ്ടും ഒരു ഭീകരാക്രമണം നടത്തിയിരിക്കുന്നത് എന്നാണ് സൂചന. പക്ഷേ ഈ ഭീകരാക്രമണത്തിന് പഹൽഗാം ഭീകരാക്രമണവുമായി നേരിട്ട് ബന്ധമുണ്ട്. സാധാരണ രീതിയിൽ ലഷ്കർ ഇ തൊയ്ബയുടെയും അതുപോലെ തന്നെ ഹിസ്ബുൾ മുജാഹിദിൻ്റെയും ഒക്കെ ചില പ്രോക്സി സംഘടനകൾ, ചില വിഘടനവാദ സംഘടനകളൊക്കെ കശ്മീരിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. മാത്രമല്ല ഈ നുഴഞ്ഞുകയറ്റത്തിലൂടെ ഭാരതത്തിനകത്തെത്തുന്ന ഭീകരന്മാരും ഇത്തരത്തിലുള്ള ആക്രമണം നടത്തുന്നുണ്ട്. പക്ഷേ ഈ ഇന്ത്യയിലല്ല ഇത്തരമൊരു ആക്രമണം ആസൂത്രണം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇത് പഹൽഗാം ഭീകരാക്രമണം പോലെ തന്നെ പാകിസ്ഥാനിൽ കൃത്യമായി ആസൂത്രണം ചെയ്യപ്പെട്ട ആക്രമണമാണ് എന്നിപ്പോൾ ബോധ്യമായിരിക്കുകയാണ്. കാരണം സാജിദ് ജട്ടിൻ്റെ ഒരു സാന്നിധ്യം അത് വ്യക്തമാക്കുന്നത് ഇതുതന്നെയാണ്. സാജിദ് ജട്ട് ലാഹോർ കേന്ദ്രമാക്കി ഇപ്പോൾ പ്രവർത്തിക്കുന്ന ലഷ്കർ ഇ തൊയ്ബയുടെ സ്ട്രാറ്റജിക് കമാൻഡറാണ്. പക്ഷേ ഇയാൾ ഇതിനു മുമ്പ് കശ്മീരിൽ എത്തിയിട്ടുണ്ട്. 2005-2007 കാലഘട്ടത്തിൽ ഇയാൾ കശ്മീരിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു. അതുകൊണ്ട് തന്നെ കുൽഗാം മേഖലയുമായി ബന്ധപ്പെട്ട് കൃത്യമായ വിവരങ്ങൾ ഇയാൾക്കുണ്ട്. ആ വിവരങ്ങൾ വെച്ചുകൊണ്ടാണ് കുൽഗാമിൽ തന്നെ ഇയാൾ ഭീകരാക്രമണം നടത്തിയിരിക്കുന്നത്. അവിടെ നിന്ന് തന്നെയുള്ള ചില യുവാക്കളെ ഇതിനുവേണ്ടി റിക്രൂട്ട് ചെയ്തുവെന്നും അവർ വഴി ഈ ആക്രമണം സംഘടിപ്പിച്ചു
നൽകിയിട്ടുവെന്നും ആക്രമണത്തിൻ്റെ നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ കൃത്യമായ വിവരങ്ങളും അതോടൊപ്പം തന്നെ പണവും ആയുധവുമെല്ലാം ഈ സാജിദ് ജട്ട് തന്നെയാണ് നൽകിയിരിക്കുന്നത് എന്നുമാണ് ഇപ്പോൾ ഇൻ്റലിജൻസ് ഏജൻസികൾ കണ്ടെത്തിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പഹൽഗാം ഭീകരാക്രമണം പോലെ അതിന് സമാനമായ ഒരു ഭീകരാക്രമണമാണ് നടന്നിരിക്കുന്നത്. മരണസംഖ്യ കുറവ് എന്നത് മാത്രമാണ്, പക്ഷേ അതൊരു ഭീകരാക്രമണം തന്നെയായിരുന്നു. ആ ഭീകരാക്രമണത്തിൻ്റെ കമാൻഡിംഗ് അത് ലഭിച്ചത് പാകിസ്ഥാനിൽ നിന്ന് തന്നെയായിരുന്നു. ലാഹോർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഈ സാജിദ് ജട്ടിൻ്റെ സാന്നിധ്യം സൂചിപ്പിക്കുന്നതും അതുതന്നെയാണ് എന്ന് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ വിലയിരുത്തുന്നു. മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ തൽക്കാലത്തേക്ക് നിർത്തിവെച്ചിട്ടുണ്ട്. ആ ഓപ്പറേഷൻ സിന്ദൂർ 4 ദിവസത്തെ ആക്രമണത്തിന് ശേഷം പാകിസ്ഥാന്റെ അഭ്യർത്ഥന മാനിച്ച് നിർത്തുന്നത് ഒരു മാനദണ്ഡ പ്രകാരമാണ്. അത് മറ്റൊന്നുമല്ല, എന്നാണോ ഈ സമാനമായ ഭീകരാക്രമണങ്ങൾ പാകിസ്ഥാനിൻ്റെ സ്പോൺസർഷിപ്പോടുകൂടി ഭീകരാക്രമണങ്ങൾ വീണ്ടും ഇന്ത്യയിൽ ഉണ്ടാകുന്നത്, അന്ന് ഓപ്പറേഷൻ സിന്ദൂർ വീണ്ടും ആരംഭിക്കുമെന്ന് തന്നെയാണ്. ഇത്തരത്തിലുള്ള ഒരു ആക്രമണം തന്നെയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഭീകരന്മാരെ പിടികൂടിയിട്ടില്ല. ഭീകരന്മാരെ പിടികൂടുന്നതുമായി ബന്ധപ്പെട്ട തിരക്കിലാണ് സുരക്ഷാ സേന. കശ്മീർ മുഴുവൻ വലിയ സുരക്ഷാ സന്നാഹത്തിലാണ്. കശ്മീരിൽ ആൾക്കാർ ഒത്തുചേർന്ന പരിപാടികളടക്കം കനത്ത നിരീക്ഷണത്തിലാണ്. ഇത്തരത്തിൽ കശ്മീരിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ സുരക്ഷാ സേന ജാഗ്രതയിലാണ്. അവർ വലിയ പരിശോധനകളും മറ്റും നടത്തുന്നുമുണ്ട്. എന്തായാലും കശ്മീർ ഭീകരാക്രമണം, കശ്മീരിലെ കുൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധമുണ്ട്. പഹൽഗാം ഭീകരാക്രമണം ആസൂത്രണം ചെയ്ത ഒരു വ്യക്തി, ആ വ്യക്തിയാണ് ഈ ആക്രമണവും നടത്തിയിരിക്കുന്നത്, കുൽഗാം ഭീകരാക്രമണവും നടത്തിയിരിക്കുന്നത് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന് ഏതാണ്ട് സമാനമായ ആക്രമണം തന്നെയാണ് നടത്തിയിരിക്കുന്നത്. ഒരു ആൾക്കൂട്ടത്തിന് നേരെ അവർ വെടിവെക്കുകയായിരുന്നു. പക്ഷേ അത് 2 പേർക്ക് മാത്രമേ വെടി കൊണ്ടുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും പാകിസ്ഥാൻ വീണ്ടും സാഹസം കാണിക്കുന്നു എന്നൊരു സംശയമാണ് ഇപ്പോഴുള്ളത്. കേന്ദ്ര സർക്കാർ കാശ്മീരിലെ സാഹചര്യങ്ങൾ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയുമാണ്.